നീണ്ടപാറ ചെമ്പൻകുഴി പ്രദേശങ്ങളിൽ 40 ലക്ഷം രൂപ ചിലവഴിച്ച് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുമെന്ന് MLA ആന്റണി ജോൺ. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഫെൻസിംഗ് ആണ് വന്യമൃഗശല്യം രൂക്ഷമായി നിൽക്കുന്ന ഈ പ്രദേശത്ത് സ്ഥാപിക്കാനൊരുങ്ങുന്നത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മുന്നോടിയായി ചെമ്പൻകുഴിയിൽ പ്രദേശവാസികൾ ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായി നിൽക്കുന്ന നീണ്ടപാറ ചെമ്പൻകുഴി പ്രദേശങ്ങളിൽ 40 ലക്ഷം രൂപ ചിലവഴിച്ച് ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് MLA ആന്റണി ജോൺ അറിയിച്ചു. 3.5 മീറ്റർ ഉയരത്തിലും 3 മീറ്റർ വീതിയിലും ഇരുവശങ്ങളിലേക്ക് 1.5 മീറ്റർ അകലത്തിൽ ഹാങ്ങിംഗ് ഫെൻസിംഗ് ഇടുന്ന നിലയിലാണ് പ്രവൃത്തി. ഏറ്റവും ആധുനിക രീതിയിലുള്ള ഫെൻസിംഗ് ആണ് സ്ഥാപിക്കുവാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്നതിന് മുന്നോടിയായി ചെമ്പൻകുഴിയിൽ പ്രദേശവാസികൾ പങ്കെടുത്തുകൊണ്ടുള്ള ജനകീയ സദസ്സ് സംഘടിപ്പിച്ചു. MLA ആന്റണി ജോൺ സദസ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നമുക്കിപ്പോൾ 40 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ 5 കിലോമീറ്റർ പ്രദേശത്ത് ഇപ്പോൾ ഈ ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത്. കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം പൂർത്തീകരിച്ച് ടെൻഡർ നടപടികൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ നിർമ്മാണം നമുക്ക് സമയബന്ധിതമായി പൂർത്തീകരിക്കണമെങ്കിൽ ഇത് ഈ ഫെൻസിംഗ് കടന്നു പോകുന്ന പ്രദേശത്തെ ഭൂ ഉടമകളായിട്ടുള്ള പ്രിയപ്പെട്ട ഇവിടെ യോഗത്തിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരുടെയും ഒരു സഹകരണമാണ് അതിനകത്തുണ്ട്. അവരോട് ഇവിടെ സൂചിപ്പിച്ചല്ലോ, നമ്മളൊരു T ഷേപ്പിലാവുമ്പോൾ അല്പം വീതിയില്ല, അല്പം 3 മീറ്റർ വരും. 3 മീറ്റർ വീതിയിലെങ്കിലും നമുക്ക് സ്ഥലം ലഭ്യമാകുന്ന നിലയിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് ഫലപ്രദമായി കാര്യം വിനിയോഗിക്കാൻ കഴിയുള്ളൂ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷനായി. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PM കണ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഹരീഷ് രാജൻ, സൈജൻ ചാക്കോ, നേര്യമംഗലം റേഞ്ച് ഓഫീസർ ഷഹനാസ് KF എന്നിവർ സംസാരിച്ചു. ഹാങ്ങിംഗ് ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തി കാര്യക്ഷമമായും സമയബന്ധിതമായും പൂർത്തീകരിക്കാൻ ജനങ്ങളുടെ പൂർണ്ണ സഹകരണമുണ്ടാകണമെന്ന് MLA പറഞ്ഞു. ഈ ഫെൻസിംഗ് ഇടാൻ വരുന്നത് ഇപ്പൊ കൃഷി ചെയ്യുന്ന കൃഷിയിടത്തിലൂടെ വരും. അപ്പൊ കർഷകരായ ജനങ്ങളുടെ കോർപ്പറേഷൻ ഇതിന് അത്യാവശ്യമാണ്. കാരണം ഇത് മറ്റുള്ളവർക്ക് ഇട്ടിരിക്കുന്ന ഒരു ഫെൻസ് പോലെയല്ല, ഒരു T ഷേപ്പിൽ, അതായത് ഇതുപോലെ ഒരു T ഷേപ്പിലുള്ള ഫെൻസാണ് വരുന്നത്. അപ്പൊ ഇതിന് 2 സൈഡിലോട്ട് നമ്മൾക്കൊരു 3 മീറ്റർ വീതിയെങ്കിലും കറക്റ്റായിട്ട് മരങ്ങളില്ലാതെ വേണം. 2 സൈഡിലോട്ട് 1.5 മീറ്റർ വെച്ചിട്ട് മൊത്തം ഒരു 3 മീറ്റർ വീതിയിൽ നമ്മൾക്ക് നല്ലൊരു ഏരിയ ക്ലിയർ ചെയ്ത് കിട്ടണം. ഇപ്പൊ ഇവിടുത്തെ എല്ലാ കർഷകർക്കും റബ്ബർ, കൊക്കോ, അതുപോലെ അടയ്ക്കാമരം ഇതെല്ലാം ഉള്ളതാണ്. അപ്പൊ അതിൽ കുറച്ച് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത് ആവശ്യം വരും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. ഹലോ, നമസ്കാരം. ഞാൻ ബേസിൽ ജോസഫ്. എൻ്റെ പേര് ബേസിൽ എന്ന് പറയുമ്പോൾ തന്നെ അതിന് കാരണബോധനായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് കോതമംഗലം ചെറിയ പള്ളിയിൽ കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ എൽദോമാർ ബസേലിയോസ് ബാവ ആണ്. അപ്പോൾ ബാവയുടെ പെരുന്നാൾ ഈ വരുന്ന ഒക്ടോബർ 2, 3, 4 തീയതികളിൽ കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്നു. അപ്പോൾ ഈ പെരുന്നാൾ വലിയ മംഗളകരമായിട്ട് ഭവിക്കട്ടെ, വലിയ വിജയമായി തീരട്ടെ. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. എന്നും നിങ്ങൾക്ക് താങ്ങായി റിലയൻറ്റ് ക്രെഡിറ്റ്സ്.